അവർ ഷെഡിനുള്ളിലേക്ക് പോകുന്നു. അധികം താമസിയാതെ പുറത്തു വരുന്നു. ചിലരുടെ കയ്യിൽ കുപ്പിയിൽ നിറച്ച പാലുണ്ട്. ചിലരുടെ കയ്യിൽ ഒരു തരം വലയിൽ ഉരുണ്ടിരിക്കുന്ന ചീസ്. ചിലരുടെ കയ്യിൽ കൂടക്കകത്ത് കരയുന്ന ആട്ടിൻകുട്ടികൾ. ചിലരുടെ കയ്യിൽ ഓറക്കിട്ട് ശരിയാക്കിയ തോൽ. അവർക്ക് കൊടുക്കാൻ ഒരു ആടിനെയും കൊണ്ടുപോകുന്നുണ്ട്. 1 മാസം മുൻപാണ് അവർക്ക് കുട്ടിയുണ്ടായത്. അതിൻ്റെ പാല് വളരെ നല്ലതാണ്. ആ സ്ത്രീക്ക് പാലില്ലെങ്കിൽ ഈ ആട് വലിയ ഉപകാരമായിരിക്കും. കണ്ടിട്ടവൾ വളരെ ചെറുപ്പമാണ്. വല്ലാതെ വിളറിയും ഇരിക്കുന്നു. ചന്ദ്രികയിൽ മുല്ലപ്പൂ പോലെ വെളുത്തൊരു മുഖം. പാല് കൊടുത്ത ഇടയൻ പറയുന്നു. അയാൾ അവർക്ക് നേതൃത്വം നൽകുന്നു. പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് നിലാവിലവർ പുറപ്പെടുന്നു. ഷെഡും വേലിക്കെട്ടും അടച്ചു. നാട്ടിൻ പുറത്തെ ഓരോ വഴികളിലൂടെയാണ് പോകുന്നത്. ശൈത്യകാലമായതുകൊണ്ട് ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന മുൾച്ചെടികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പൊക്കം കുറഞ്ഞ് വേലികൾക്കിടയിലൂടെയാണ് അവർ നടക്കുന്നത്. അവർ ബെത്ലഹേം ചുറ്റിപ്പോകുന്നു. മേരി വന്ന വഴിയിലൂടെയല്ല അവർ വരുന്നത്, അതിനെതിരെയുള്ള വശത്തുകൂടിയാണ്. അതിനാൽ അവർ ആദ്യമേ തന്നെ ദിവ്യശിശുവിൻ്റെ കാലിക്കൂട്ടിലെത്തി. അതിനേക്കാൾ ഭേദപ്പെട്ട മറ്റു കാലിക്കൂടൊന്നും അവർ കണ്ടില്ല. അവർ നേരെ പ്രവേശനദ്വാരത്തിലേക്ക് ചെല്ലുന്നു. അകത്തു കയറൂ. ഞാൻ പോകുകയില്ല, എനിക്ക് പേടിയാ. നീ പോകൂ. ഇല്ല, ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യൂ. എടാ ലേവി, നീ ഞങ്ങളെക്കാൾ നല്ലവനാണ്. അതുകൊണ്ടാണ് ദൈവദൂതനെ ആദ്യം കണ്ടത്. നീയൊന്ന് നോക്കിക്കേ. നേരത്തെ അവർ പറഞ്ഞത് അവന് കിറുക്കാണെന്നായിരുന്നു. ഇപ്പോൾ അവർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യത്തിന് അവനെ ഉപയോഗപ്പെടുത്താം. ബാലന് സന്ദേഹം. എന്നാൽ ഉടനെ തന്നെ അവൻ തീരുമാനത്തിലെത്തി. അവൻ ആ ദ്വാരത്തിനടുത്തേക്ക് പോകുന്നു. വിരിയായി തൂക്കിയിരിക്കുന്ന കുപ്പായം സ്വല്പം മാറ്റി നോക്കുന്നു. അവൻ ആനന്ദ നിർവൃതിയിൽ ലയിച്ചു നിൽക്കുന്നു. നീ എന്താണ് കാണുന്നത്? ഉത്കണ്ഠയോടെ എന്നാൽ താണസ്വരത്തിൽ അവരെല്ലാം ചോദിക്കുന്നു. പുൽത്തൊട്ടിയുടെ ഉള്ളിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായൊരു യുവതിയെയും ഒരു മനുഷ്യനെയും എനിക്ക് കാണാം. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. സ്ത്രീ ശിശുവിനോട് സംസാരിക്കുകയാണ്. ആ സ്വരം എത്ര മാധുര്യമേറിയത്! അവൾ എന്താണ് പറയുന്നത്? അവൾ പറയുന്നു, ഈശോ, എൻ്റെ ഉണ്ണി ഈശോ, അമ്മയുടെ സ്നേഹമേ, കരയാതിരിക്കൂ. കുഞ്ഞുമകനെ, ഓ എൻ്റെ മോനെ, അല്പം പാല് കുടിക്കൂ എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ. എന്നാൽ എനിക്കിപ്പോൾ പാലില്ല. നീ ആകെ തണുത്തിരിക്കുന്നുവല്ലോ. എൻ്റെ സ്നേഹമേ, വൈക്കോലിൻ്റെ ദുർഗന്ധവും വരുന്നുണ്ടല്ലോ. നിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് എത്ര വേദനാകരം. നിന്നെ സഹായിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലല്ലോ, അവൾ പറയുന്നു. എൻ്റെ ജീവനെ, ഉറങ്ങൂ. നീ കരയുന്നത് കേൾക്കുന്നതും നിൻ്റെ കണ്ണീര് കാണുന്നതും എൻ്റെ ചങ്കു പിളർക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബിക്കുന്നു. അവൾ തണുത്തിരിക്കുന്ന അവൻ്റെ ചെറുപാദങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് ചൂടാക്കുകയാണെന്ന് തോന്നുന്നു. കാരണം പുൽത്തൊട്ടിയിലേക്ക് കൈകൾ നീട്ടി അവൾ കുനിഞ്ഞാണ് നിൽക്കുന്നത്. അവളെ വിളിക്കൂ. നീ വന്നെന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ വിളിക്കില്ല, നീ വേണം വിളിക്കാൻ. കാരണം നീയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. നീയല്ലേ അവളോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളത്. ഇടയൻ വായ് പൊളിക്കുന്നു. എന്നാൽ ഞരക്കം പോലുള്ള ഒരു നേരി ശബ്ദമേ പുറത്തു വരുന്നുള്ളൂ. ജോസഫ് തിരിഞ്ഞു നോക്കി വാതിൽക്കലേക്ക് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഇടയന്മാർ, നിങ്ങൾക്കായി കുറച്ച് ഭക്ഷണവും കുറച്ച് കമ്പിളിയും കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷകനെ ആരാധിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അകത്തേക്ക് വരൂ. അവരെല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ കാലിക്കൂട് പ്രകാശമാനമായി. പ്രായം ചെന്ന ഇടയന്മാർ ചെറുപ്പക്കാരെ ഉന്തി മുന്നിൽ കയറുന്നു. മേരി തിരിഞ്ഞു നോക്കി പുഞ്ചിരി തൂകുന്നു. വരൂ, അവൾ പറയുന്നു. വരൂ. കരങ്ങൾ നീട്ടിയും പുഞ്ചിരി പൊഴിച്ചും അവരെ ക്ഷണിക്കുന്നു. ദൈവദൂതനെ കണ്ട ഇടയബാലനെ അവൾ പിടിച്ച് അരികിൽ ചേർത്ത് നിർത്തുന്നു. അവൻ പുൽത്തൊട്ടിയിലേക്ക് നോക്കുന്നു. വലിയ ആനന്ദമാണ് ബാലന്. ജോസഫ് വിളിച്ചതനുസരിച്ച് മറ്റുള്ളവരും മുന്നോട്ട് നീങ്ങുന്നു. തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളെല്ലാം മേരിയുടെ പാദത്തിൽ വെച്ച് ഏതാനും ഹൃദയസ്പർശകമായ വാക്കുകളും അവർ പറയുന്നു. പിന്നീട് മൃദുസ്വരത്തിൽ കരയുന്ന ശിശുവിനെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. മറ്റുള്ളവരെക്കാൾ ധൈര്യമുള്ള ഒരിടയൻ പറയുന്നു, അമ്മേ, ഈ കമ്പിളി എടുത്തുകൊള്ളുക. ഇത് മാർദ്ദവും വൃത്തിയുള്ളതുമാണ്. ജനിക്കാറായ എൻ്റെ ശിശുവിനു വേണ്ടി ഞാനിത് ഒരുക്കിയതാണ്. എന്നാൽ അത് ഞാൻ അമ്മയ്ക്ക് തരുന്നു. ഈ ശിശുവിനെ ഇതിന്മേൽ കിടത്തുക. ഇത് മൃദുവും ചൂട് നൽകുന്നതുമാണ്.
ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വളരെ ഭംഗിയുള്ള ആട്ടിൻതോൽ കൊടുക്കുന്നു. അത് വെളുത്ത് മാർദ്ദവമുള്ള രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മേരി ഈശോയെ എടുത്ത് അതിൽ പൊതിഞ്ഞ് ഇടയന്മാരെ കാണിക്കുന്നു. അവൾ നിലത്ത് വൈക്കോലിൽ മുട്ടുകുത്തി ആനന്ദപാരിവശ്യത്തോടെ ശിശുവിനെ നോക്കുന്നു. അവർക്ക് ധൈര്യം ലഭിക്കുന്നു. ഒരാൾ അഭിപ്രായപ്പെടുന്നു, കുഞ്ഞിനൊരു കവിൾ പാല് കൊടുക്കണം. സ്വല്പം തേനും വെള്ളവും കൊടുക്കുന്നതാണ് കുറേ കൂടി നല്ലത്. എന്നാൽ ഇവിടെ നമുക്ക് തേനില്ലല്ലോ. അതാണ് ചെറിയ ശിശുക്കൾക്ക് കൊടുക്കുന്നത്. എനിക്ക് 7 മക്കളുണ്ട്. എനിക്കറിയാം, ഇവിടെ കുറച്ച് പാലുണ്ട്, അതെടുത്തുകൊള്ളൂ. പക്ഷേ അത് തണുത്തതാണ്. പാൽ ചെറു ചൂടുള്ളതായിരിക്കണം. ഏലിയാസ് എവിടെ? അവൻ ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ മേരിക്ക് പാൽ കൊടുത്ത ഇടയനായിരിക്കണം ഏലിയാസ്. എന്നാൽ അവൻ ആ കൂട്ടത്തിലില്ല. അവൻ വെളിയിൽ നിന്ന് ദ്വാരത്തിലൂടെ നോക്കുന്നുണ്ട്. അവനെ ആരും കാണുന്നില്ല. ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഒരു ദൈവദൂതൻ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഏലിയാസാണ് വഴി കാണിച്ചു തന്നത്. എന്നാൽ ഏലിയാസ് എവിടെ? ആടിൻ്റെ കരച്ചിൽ അവൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. അകത്തു വരൂ, നിന്നെ വിളിക്കുന്നു. അവൻ ആടിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നു. എല്ലാവരും തന്നെ നോക്കുന്നതിനാൽ അയാൾക്കല്പം പരിഭ്രമമുണ്ട്. ഓ, അത് നിങ്ങളാണോ? ജോസഫ് അയാളെ മനസ്സിലാക്കുന്നു. മേരി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ നല്ലവനാണ്. അവർ ആടിനെ കറക്കുന്നു. ഒരു തുണിക്കഷ്ണത്തിൻ്റെ അഗ്രം പാലിൽ മുക്കി മേരി ശിശുവിൻ്റെ അധരങ്ങൾ നനയ്ക്കുന്നു. ഉണ്ണി മധുരമുള്ള ആ പാലിൻ്റെ പത നുണയുന്നു. അവരെല്ലാവരും പുഞ്ചിരിക്കുന്നു. ശിശു ആ തുണിക്കഷ്ണവും വായിൽ പിടിച്ചുകൊണ്ട് ആട്ടിൻരോമത്തിൻ്റെ ചൂട് കിട്ടിയപ്പോൾ ഉറങ്ങുന്നത് കണ്ട് കൂടുതൽ ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കിവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ആകെ തണുപ്പും ഈർപ്പവുമാണ്. മൃഗങ്ങളുടെ ദുർഗന്ധവും ശക്തിയായിട്ടുണ്ട്. അത് നല്ലതല്ല. രക്ഷകന് ഇതൊട്ടും നല്ലതല്ല. എനിക്കറിയാം, ശക്തമായ നെടുവീർപ്പോടെ മേരി പറയുന്നു. ബെത്ലഹേമിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്നില്ല. സ്ത്രീയെ, ധൈര്യമായിരിക്കൂ. നിങ്ങൾക്കായി ഒരു വീട് ഞങ്ങൾ അന്വേഷിക്കാം. എൻ്റെ സോമിനിയോട് ഞാൻ പറയും, ഏലിയാസ് പറയുന്നു. അവൾ നല്ലവളാണ്. തൻ്റെ സ്വന്തം മുറി നിങ്ങൾക്ക് തരണമെങ്കിൽ തന്നെയും അവൾ നിങ്ങളെ സ്വീകരിക്കും. പ്രഭാതമായാലുടനെ ഞാൻ അവളോട് പറയും, അവളുടെ വീട് നിറയെ ആളുകളാണ്. എന്നാലും നിങ്ങൾക്ക് അവൾ സ്ഥലമുണ്ടാക്കിത്തരും. എൻ്റെ കുഞ്ഞിന് എങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ജോസഫും ഞാനും നിലത്ത് കിടന്നുകൊള്ളാം. എന്നാൽ കുഞ്ഞിനു വേണ്ടി സ്ത്രീയെ ഒട്ടും വിഷമിക്കേണ്ട, ഞാനത് നോക്കിക്കൊള്ളാം. ഞങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അനേകം ആളുകളോടും പറയും. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൽക്കാലത്തേക്ക് ഈ ദരിദ്രരുടെ ദാനങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ഇടയന്മാരാണ്. ഞങ്ങളും ദരിദ്രരാണ്. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ അശക്തരാണ്. ജോസഫ് പറയുന്നു. ഓ, അതൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ തന്നെ ഞങ്ങൾക്കൊന്നും വേണ്ട. കർത്താവ് ഞങ്ങൾക്ക് പ്രതിഫലം തന്നു കഴിഞ്ഞു. അവൻ എല്ലാവർക്കും സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവദൂതന്മാർ പറഞ്ഞു, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്നാൽ അവനത് ഞങ്ങൾക്ക് ഇപ്പോഴേ തന്നു കഴിഞ്ഞു. കാരണം ദൈവദൂതൻ പറഞ്ഞു, ഈ ശിശുവാണ് രക്ഷകൻ, കർത്താവായ ക്രിസ്തു. ഞങ്ങൾ ദരിദ്രരും അറിവില്ലാത്തവരുമാണ്. എന്നാൽ രക്ഷകൻ സമാധാനത്തിൻ്റെ രാജകുമാരനായിരിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് ആരാധിക്കാനും ദൈവദൂതൻ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ തൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നത്. അത്യുന്നതമായ സ്വർഗത്തിൽ ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. ഇവിടെയുള്ള അവൻ്റെ ക്രിസ്തുവിന് മഹത്വമുണ്ടാകട്ടെ. അവനെ പ്രസവിച്ച സ്ത്രീയെ, നിങ്ങൾ അനുഗ്രഹീതയാകുന്നു. അവനെ വഹിക്കാൻ അർഹയായതിനാൽ നീ പരിശുദ്ധയാകുന്നു. ഞങ്ങളുടെ രാജ്ഞിയായി ഞങ്ങളോട് കൽപ്പിക്കുക. നിന്നെ സേവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എൻ്റെ പുത്രനെ സ്നേഹിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ മനസ്ഥിതി എപ്പോഴും പാലിക്കാൻ കഴിയും. എന്നാൽ എൻ്റെ കാര്യം എങ്ങനെ? നിനക്കൊരാവശ്യവുമില്ലേ? ശിശു ജനിച്ചു എന്നറിയിക്കാൻ നിനക്ക് ബന്ധുക്കളാരുമില്ലേ? ഉണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്. എന്നാൽ അവർ വളരെ ദൂരെയാണ്. അവർ ഹെബ്രോണിലാണ്. ഞാൻ പോകാം, ഏലിയാസ് പറയുന്നു. ആരാണവർ? പുരോഹിതനായ സക്രിയാസും എൻ്റെ മാതൃ സഹോദരി പുത്രി എലിസബത്തും. സക്രിയാസോ? ഓ, എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാം. വേനൽക്കാലത്ത് ആ പർവ്വതനിരകളിലേക്ക് ഞങ്ങൾ പോകും. കാരണം
അവിടെ മനോഹരങ്ങളായ നല്ല മീറ്റിംഗ് സ്ഥലങ്ങളുണ്ട്. ഞാൻ അവൻ്റെ ഇടയൻ്റെ ഒരു സ്നേഹിതനുമാണ്. നിങ്ങൾ താമസമുറപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ സക്രിയാസിൻ്റെ പക്കൽ പോകാം. നന്ദിയുണ്ട് ഏലിയാസേ, നിങ്ങൾ എനിക്ക് നന്ദി പറയണ്ട. ഒരു സാധു ഇടയനായി ഞാൻ പുരോഹിതനോട് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് പറയാൻ ഇടയാകുന്നത് ഒരു വലിയ ബഹുമതിയാണ്. അല്ല, നീ പറയണ്ട. നിന്റെ പിതൃ സഹോദരി പുത്രി നസ്രസിലെ മേരി പറഞ്ഞയച്ചിരിക്കുന്നു, ഈശോ പിറന്നിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ബെത്ലഹേമിലേക്ക് വരണമെന്ന് മാത്രമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊള്ളാം. ദൈവം നിനക്ക് പ്രതിഫലം നൽകട്ടെ. ഏലിയാസേ, നിന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഓർത്തുകൊള്ളാം. നിന്റെ ശിശുവിനോട് ഞങ്ങളെക്കുറിച്ച് പറയുമോ? തീർച്ചയായും ഞാൻ പറയും. ഞാൻ ഏലിയാസാണ്. എൻ്റെ പേര് ലേവി. എൻ്റെ പേര് സാമുവേൽ. എൻ്റെ പേര് ജോന. എൻ്റെ പേര് ഐസക്. ഞാൻ തോബിയാസ്. ഞാൻ ജോനാഥൻ. ഞാൻ ദാനിയേൽ. ഞാൻ സൈമൺ. എൻ്റെ പേര് ജോൺ. ഞാൻ ജോസഫാണ്. എൻ്റെ സഹോദരനാണ് ബെഞ്ചമിൻ. ഞങ്ങൾ ഇരട്ടയാണ്. ഞാൻ നിങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കും. ഞങ്ങൾക്ക് പോകണമല്ലോ, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. അവനെ ആരാധിക്കുവാൻ മറ്റുള്ളവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. ഈ ശിശുവിനെ വിട്ടിട്ട് ആലയിലേക്ക് എങ്ങനെ പോകും? ഈ ശിശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവത്തിന് സ്തുതി. അവൻ്റെ ഉടുപ്പ് ചുംബിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമോ? ലേവി ദൈവദൂത സമാനമായ ഒരു പുഞ്ചിരിയോടെ ചോദിക്കുന്നു. മേരി ഈശോയെ സാവധാനത്തിലെടുക്കുന്നു. വൈക്കോലിന്മേലിരുന്ന് ആ ചെറുപാദങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് അവർക്ക് ചുംബിക്കുവാൻ കൊടുക്കുന്നു. ഇടയന്മാർ നിലം പറ്റിത്താണ് ആ ചെറുപാദങ്ങൾ ചുംബിക്കുന്നു. താടിമീശയുള്ളവർ അത് ശുചിയാക്കുകയാണ്. ചുംബനത്തിനൊരുക്കമായി. എല്ലാവരും കരച്ചിലാണ്. പോകാറായപ്പോൾ അവർ പുറംതിരിഞ്ഞു നടക്കാതെ പിൻപിലേക്ക് നടക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ണിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. മേരി ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് വൈക്കോലിന്മേലിരിക്കുന്നു. ജോസഫ് കൈമുട്ടുകൾ രണ്ട് പുൽത്തൊട്ടിയിൽ കുത്തിച്ചാരി നിന്നുകൊണ്ട് ദിവ്യശിശുവിനെ നോക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ദർശനം അങ്ങനെ അവസാനിക്കുന്നു. ഈശോ പറയുന്നു, ഇന്ന് ഞാൻ സംസാരിക്കാം. നീ വളരെ ക്ഷീണിതയാണ്, എങ്കിലും അല്പം കൂടെ ക്ഷമിക്കുക. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേ ദിവസമാണല്ലോ ഇന്ന്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രേക്ഷിതരെക്കുറിച്ചും ഞാൻ പറയാം. തിരുഹൃദയത്തിൻ്റെ പ്രേക്ഷിതരെക്കുറിച്ച് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ പരിശുദ്ധ കുർബാനയുടെ ആരാധകരുടെ മുന്നോടികളായിരുന്ന ഒരു ഗണം ആരാധകരുടെ കാര്യമാണിപ്പോൾ പറയുന്നത്. അതായത് ആ ഇടയന്മാർ മാംസമായ ആ വചനത്തിൻ്റെ ശരീരത്തെ ആദ്യം ആരാധിച്ചത് അവരായിരുന്നു. ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ സഭയും ഇത് തന്നെ പറയുന്നു. അതായത് ദിവ്യപൈതങ്ങൾ ക്രിസ്തുവിൻ്റെ ആദ്യ രക്തസാക്ഷികളായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ആദ്യത്തെ ആരാധകർ ഇടയന്മാരായിരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മാക്കളെ എൻ്റെ ശരീരത്തിൻ്റെ ആരാധകരാകുവാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളും അവർക്കുണ്ടായിരുന്നു. ഉറച്ച വിശ്വാസം. അവർ ദൈവദൂതനെ ചോദ്യം ചെയ്യാതെ ഉത്സാഹപൂർവ്വം വിശ്വസിക്കുന്നു. ഔദാര്യം. അവർക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കർത്താവിന് കൊടുത്തു. എളിമ. മാനുഷികമായ വീക്ഷണത്തിൽ അവരെക്കാൾ ദരിദ്രരായവരെ അവർ സമീപിക്കുന്നു. അവരെ ഒട്ടും തരം താഴ്ത്താതെ വിനയത്തോടെ പെരുമാറുന്നു. തങ്ങളെ തന്നെ ദാസരായി ഏറ്റുപറയുന്നു. ആഗ്രഹം. അവർക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത അവരുടെ പരിശ്രമ ഫലമായി മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്സാഹമുറിവുള്ള അനുസരണ. സക്രിയാസിനെ അറിയിക്കാൻ മേരി ആഗ്രഹിക്കുന്നു. ഏലിയാസ് ഉടനെ പോകുന്നു. ആ കാര്യം നീട്ടിവെക്കുന്നില്ല. സ്നേഹം. ഗുഹയിൽ നിന്ന് പോകുന്നത് അവർക്ക് വേദനയായിരുന്നു. നീ പറയുന്നു, അവരുടെ ഹൃദയം അവിടെ വെച്ചിട്ടാണ് പോകുന്നതെന്ന്. നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇത് തന്നെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും സംഭവിക്കേണ്ടതല്ലേ? വേറൊരു കാര്യം കൂടിയുണ്ട്. അത് മുഴുവൻ നിനക്ക് വേണ്ടിയാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ. ദൈവദൂതൻ ആർക്കാണ് ആദ്യമേ സ്വയം വെളിപ്പെടുത്തിയത്? ആർക്കാണ് മേരിയുടെ സ്നേഹാമൃതം ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടായത്? ബാലനായ ലേവിക്കല്ലേ? ഒരു ശിശുവിൻ്റെ ആത്മാവുള്ളവർക്കാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. തൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. തൻ്റെ ദൈവിക വചനങ്ങളും മേരിയുടെ വാക്കുകളും കേൾക്കുവാൻ അവരെ അനുവദിക്കുന്നു.
ഒരു ശിശുവിൻ്റെ ആത്മാവുള്ളവർക്ക് ധൈര്യവും ലഭിക്കുന്നു. ലേവി പറഞ്ഞതുപോലെ അവരും പറയുന്നു, നമുക്ക് അവൻ്റെ വസ്ത്രം ചുംബിക്കാം. ഇവർ അത് മേരിയോടാണ് പറയുന്നത്, കാരണം മേരിയാണ് എപ്പോഴും ഈശോയെ നിങ്ങൾക്ക് തരുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ വാഹകയാണവൾ, ജീവനുള്ള അരുളിക്കായുള്ളവൾ. മേരിയുടെ പക്കൽ പോകുന്നവർ എന്നെ കാണുന്നു, അവളോട് ചോദിക്കുന്നവർക്ക് അവളിൽ നിന്ന് എന്നെ ലഭിക്കുന്നു. ഈശോയെ കൂടുതലായി സ്നേഹിക്കാനായി എനിക്ക് ഈശോയെ തരിക എന്ന് മേരിയോട് ഒരു സൃഷ്ടി പറയുമ്പോൾ എൻ്റെ അമ്മയുടെ പുഞ്ചിരി സ്വർഗത്തിൻ്റെ നിറം തന്നെ മാറ്റി അതിന് കൂടുതൽ സജീവത്വവും പ്രഭയും നൽകുന്നു. അത്ര ആനന്ദകരമാണത്. അതുകൊണ്ട് അവളോടിങ്ങനെ പറയുക, ഈശോയുടെ വസ്ത്രം ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ഈശോയുടെ മുറിവുകൾ ഞാനൊന്ന് ചുംബിക്കട്ടെ. അതിനേക്കാൾ കൂടുതൽ ധൈര്യത്തോടെ ഇങ്ങനെ പറയുക, നിൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ എൻ്റെ ശിരസ് വെച്ച് ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ, അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തട്ടെ. വരൂ, വിശ്രമിക്കൂ. ഈശോ തൻ്റെ പിള്ളത്തൊട്ടിൽ വിശ്രമിക്കുന്നത് പോലെ ഈശോയുടെയും മേരിയുടെയും ഇടയ്ക്ക് നീ വിശ്രമിക്കുക.